ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെടേണ്ട പരാമർശങ്ങളിലൂടെ ഇന്ത്യയിലെ മതനിരപേക്ഷതയും മത അവഹേളനവും എന്താണ് എന്ന് വ്യവസ്ഥാപിതമായും വ്യവച്ഛേദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിധിയുണ്ടായി. കോടതി പറഞ്ഞു, മതപ്രബോധനം എന്നാൽ മഹാന്മാരായ വ്യക്തികളെ അവഹേളിക്കലല്ല എന്ന് വളരെ കൃത്യമായി. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടികൾ ഉണ്ടായി. ആ നടപടികൾ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നറിയാൻ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്ന സന്ദർഭമുണ്ടായി. ഈ പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്ത ആളുകൾ അവരൊരു സംഘടനയുണ്ടാക്കി. ക്രൈസ്തവ വിശ്വാസ സംരക്ഷണ സമിതി എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി CD വർഗീസ് സ്വന്തം പേര് വെച്ചെഴുതിയ ലെറ്റർ പേരിൽ എഴുതിയ കേരള മുഖ്യമന്ത്രിക്കുള്ള നിവേദനം, ആ നിവേദനത്തിൽ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ കുറച്ചു കാലമായി ഇസ്ലാമിക പ്രബോധന രംഗം സജീവമാവുകയും നിച്ച് ഓഫ് ട്രൂത്തിനെ പോലെയുള്ള, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, സംഘടനകൾ ഒരുപാട് പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ പുസ്തകങ്ങളും ഈ പ്രബോധന പ്രവർത്തനങ്ങളും നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, പ്രവാചകനെ നിന്ദിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ ഇനി പുറത്തു വരികയില്ല. അങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചത്. അഥവാ ഇസ്ലാമിക പ്രബോധനമാണ്, ഇസ്ലാമിക പ്രബോധനം ജാഗരം കൊള്ളുന്നതാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. നബി നിന്നക്ക് അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഇന്നലകളിൽ റസൂലുള്ളാഹിയുടെ കാലം മുതൽക്ക് ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നു. അക്കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇസ്ലാമിക പ്രബോധനം സജീവമാകുമ്പോൾ അതിനെ തടയിടുന്നതിന് വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെടുന്ന നാടകങ്ങളുടെ രൂപത്തിൽ ഈ കാര്യം പ്രവാചകൻ നിന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? പല ഉത്തരങ്ങൾ പറയാനുണ്ട് പലർക്കും. പക്ഷെ ആ ഉത്തരങ്ങളല്ല കാരണം എന്ന് നമുക്കറിയാൻ സാധിക്കും. ചിൻവാദ് പാലക്കാരനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിയെ തെറി പറയാൻ അദ്ദേഹം ഉപയോഗിച്ചത് പ്രവാചകന്റെ വിവാഹങ്ങളും മറ്റുമെല്ലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിലധികം വിവാഹങ്ങൾ ചെയ്തു എന്നത് തെറി പറയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹം ആദ്യം തെറി പറയേണ്ടത് 3 വിവാഹങ്ങൾ നടത്തിയ അബ്രഹാമിനെയാണ്. പിന്നീട് തെറി പറയേണ്ടത് 4 വിവാഹങ്ങൾ നടത്തിയ യാക്കോബിനെയാണ്. അതിനുശേഷം തെറി പറയേണ്ടത് 6 വിവാഹങ്ങൾ നടത്തിയ ദാവീദിനെയാണ്. അതിനുശേഷം തെറി പറയേണ്ടത് 700 വിവാഹങ്ങൾ നടത്തിയ സോളമനെയാണ്. ഇതെല്ലാം ബൈബിളിലുള്ളതാണ്. അവരെയൊന്നും തെറി പറയുവാൻ ആരും സന്നദ്ധമല്ല. അവർക്കൊന്നുമെതിരെ ആരും സംസാരിക്കുവാൻ സന്നദ്ധമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങൾ മാത്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു? ആ വിവാഹങ്ങളുടെ പിന്നിലുള്ള യുക്തിയും കാര്യങ്ങളുമെല്ലാം മറ്റൊരു വിഷയം. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുകയും വൃത്തികെട്ടവനായി അവതരിപ്പിക്കുകയും ചെയ്യുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന മാർഗങ്ങൾ, അതിൽ റസൂലുള്ളാഹിയുടെ വിവാഹത്തെ പ്രാഥമികമായി പറയുന്ന ആളുകൾ അവരുടെ വേദഗ്രന്ഥം ഒന്ന് മറച്ചു നോക്കിയാൽ ആ വേദഗ്രന്ഥത്തിൽ അവരാദരിക്കുന്ന അവരുടെ പുസ്തകങ്ങളുടെ കർത്താക്കൾ, അവരുടെ ആദർശങ്ങൾ പഠിപ്പിച്ചവർ, അവർക്ക് ആദർശങ്ങൾ പഠിപ്പിച്ചു കൊടുത്തവർ, അവർക്ക് നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തവർ, അവരെല്ലാവരും ഈ രൂപത്തിലുള്ള അവർ ഏതൊരു ആരോപണം ഉപയോഗിച്ചുകൊണ്ടാണോ പ്രവാചകൻ ആരോപിക്കുന്നത്, അതേ ആരോപണം അവർക്ക് നേരെ തിരിയും എന്നുള്ളത് സത്യം. യേശുക്രിസ്തു പോലും 10 കന്യകകളുടെ ഉപമയിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ ബഹുഭാര്യത്വം, ഒന്നിലധികം സ്ത്രീകളെ വേൾക്കുന്ന സമ്പ്രദായത്തെ അംഗീകരിക്കുകയും അതിനാദരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാനും സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ വൃത്തികെട്ട രൂപത്തിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാറുള്ളത് 9-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രവാചക ഭക്തിയായ വിശ്വാസികളുടെ മാതാവായ 9-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ കുടുംബജീവിതം ആരംഭിച്ച ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞ് മിഷനറിമാർ അത് പറഞ്ഞ് ജെറി വൈൻ എന്ന് പറയുന്ന മനുഷ്യൻ റസൂലുള്ളാഹിയെ കുറിച്ച് എഴുതി കളഞ്ഞത് ഈ അടുത്ത് ഡമൺ പൊസസ്ഡ്
പീഡോഫൈൽ എന്നാണ് പ്രവാചകനെ കുറിച്ച്. ആരെ കുറിച്ചാണ് എഴുതുന്നത്? എന്തിനെ കുറിച്ചാണ് എഴുതുന്നത്? എങ്ങനെയാണിത് പറയുന്നത്? സ്വന്തം വേദഗ്രന്ഥം ഒന്ന് മറച്ചു നോക്കിയാൽ 12ാമത്തെ വയസ്സിൽ മറിയയെ വിവാഹം ചെയ്ത 90-കാരനായ യോസേഫിനെ കുറിച്ച് നമുക്ക് കാത്തോലിക് എൻസൈക്ലോപീഡിയയിൽ വായിക്കാൻ കഴിയും. യോസേഫിന് പേരിടുന്നത് വിശുദ്ധ യോസേഫ് എന്നാണ്. വിശുദ്ധ യോസേഫ്, മറിയയുടെ ഭർത്താവായി ക്രൈസ്തവ സഭകൾ അംഗീകരിക്കുന്ന യോസേഫ്. മറിയയെ വിവാഹം ചെയ്തത് 12ാമത്തെ വയസ്സിലാണ്. 90 വയസ്സുള്ള യോസേഫ് എങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ശിശുരതിക്കാരൻ എന്ന് വിളിക്കുവാൻ ഇയാൾ സന്നദ്ധമാകുമോ? സത്യത്തിൽ പ്രവാചകന്റെ ജീവിതം, റസൂലുള്ളയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ജീവിതം, ആ ജീവിതത്തെ നമുക്ക് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുക പൂർണ്ണമായും മാനസികമായി പക്വതയെത്തിയ, ശാരീരികമായി പക്വതയെത്തിയ, എന്തിനും കഴിവുള്ള, വിവാഹ ജീവിതത്തിന്റെ ആദ്യ നാളുകൾ മുതൽ, വിവാഹ ജീവിതത്തിന്റെ പ്രവാചകന്റെ വീട്ടിലെ ആദ്യ നാളുകൾ മുതൽക്ക് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഒരു പൂർണ്ണമായ കഴിവും തന്റെ ഇടവും ഊർജ്ജസ്വലതയും വിജ്ഞാനവുമെല്ലാമായി പരിലസിച്ചു നിന്ന മഹത് വ്യക്തിത്വമായിട്ടാണ് നമ്മൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ കാണാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജിലാൻസ് പോസ്റ്ററിനെ പോലെയുള്ള പത്രങ്ങളിൽ കാർട്ടൂണുകൾ വരച്ച ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള കുടുംബജീവിതത്തെ വൃത്തികെട്ടതായി അവതരിപ്പിച്ചുകൊണ്ട് കാർട്ടൂണുകൾ വരച്ച ആളുകൾ മനസ്സിലാക്കുന്നില്ല. ആധുനിക കാലഘട്ടത്തിൽ പോലും പ്രായപൂർത്തിയുടെ മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതിന്റെ എത്രയോ മുൻപ് പ്രായപൂർത്തിയെത്തിയ ആളുകളെ ആധുനിക കാലഘട്ടം പോലും നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള സത്യം. ഗിന്നസ് ബുക്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മാതാവായി അവതരിപ്പിച്ചിട്ടുള്ളത് 1939 ജീവിച്ച ലിഡ മെഡേര എന്ന് പറയുന്ന പെറുക്കാരിയെയാണ്. അവർ സ്വന്തം കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവർക്ക് 5 വയസ്സും 229 ദിവസവുമായിരുന്ന പ്രായം. അവർ തകർത്തത് 1934 ലിസ എന്ന ഉക്രൈൻകാരിയുടെ റെക്കോർഡാണ്. 6ാമത്തെ വയസ്സിലാണ് ഉക്രൈൻകാരി മകളെ, തന്റെ കുഞ്ഞിനെ പ്രസവിച്ചത്. 17ാമത്തെ വയസ്സിൽ അമ്മൂമ്മയായ മെൻസയെ കുറിച്ച് റിപ്ലേയുടെ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. നൈജീരിയക്കാരിയായ 8ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ പ്രസവിക്കുകയും ആ കുഞ്ഞ് വീണ്ടും 8ാമത്തെ വയസ്സിൽ പ്രസവിക്കുകയും ചെയ്തപ്പോ 17ാമത്തെ വയസ്സിൽ അമ്മൂമ്മയായി തീർന്നത്രേ മെൻസെ എന്ന് പറയുന്ന സ്ത്രീ. ഈ വസ്തുതകളെല്ലാം ഒരു വശത്ത് കിടക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകമായി എടുത്തുകൊണ്ട് പ്രവാചകന്റെ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള ജീവിതത്തെ വൃത്തികെട്ടതായി അവതരിപ്പിക്കുകയാണ് പ്രവാചക നിന്ദകന്മാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം നയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി എടുത്തു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. യുദ്ധങ്ങൾ നയിക്കാത്ത, യുദ്ധങ്ങളെ കുറിച്ച് പറയാത്ത ഏത് വേദഗ്രന്ഥമാണുള്ളത്? യുദ്ധം നയിച്ചത് പ്രവാചകനെ തെറി പറയുവാനുള്ള കാരണമാണെങ്കിൽ ബൈബിളിന്റെ പുസ്തകങ്ങൾ എന്നെടുത്ത് ആ തെറി പറയുന്നവർ പരിശോധിച്ച് നോക്കട്ടെ. സംഖ്യാപുസ്തകത്തിലെ 31-ാം അധ്യായത്തിലെ 25 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ വളരെ കൃത്യമായി യുദ്ധരംഗത്തെ നിയമങ്ങൾ യഹോവ പറയുന്ന രൂപത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ക്രൂരമായ നിയമങ്ങൾ, ആധുനികമായ സമൂഹത്തിന് ഒരിക്കലും സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള നിയമങ്ങൾ. പരിശുദ്ധ ഖുർആൻ വലാ തഅതദു എന്ന് യുദ്ധരംഗത്ത് പ്രത്യേകമായി എടുത്ത് പറഞ്ഞപ്പോ ആ രൂപത്തിലുള്ള ഒരു രൂപത്തിലുമുള്ള അതിക്രമങ്ങൾ പാടില്ല എന്ന് പറഞ്ഞപ്പോ അതിക്രമങ്ങളിൽ മാത്രം അധിഷ്ഠിതമായ നിയമങ്ങൾ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ആവർത്തന പുസ്തകത്തിലെ 20-ാം അധ്യായത്തിലെ 16-17 വചനങ്ങളിൽ യുദ്ധം കഴിഞ്ഞാൽ ഒരു രാജ്യത്തുള്ള സകല ശ്വാസം മയക്കുന്ന ആളുകളെയും കൊന്നു നശിപ്പിക്കണം എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിലും ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാമത്തെ അധ്യായത്തിലുമെല്ലാം ഈ മഹാപ്രവാചകന്മാർ നടത്തിയ യുദ്ധങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നു. വെളിപാട് പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 11 മുതൽക്കുള്ള വചനങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട്
യേശുക്രിസ്തു വീണ്ടും വരുമ്പോ ഇനിയും യുദ്ധമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ, ബൈബിൾ വ്യാഖ്യാതാക്കൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അവിടെയും യുദ്ധമാണ്. യുദ്ധം തീർച്ചയായും പ്രവാചകന്മാർ നയിച്ചിട്ടുണ്ട്. ക്രിസ്തു യേശു കടന്നു വരുമ്പോ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് വെളിപാട് പുസ്തകം കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെയും എന്തേ പ്രവാചകനെ തെറി പറയാൻ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിത കാലഘട്ടത്തിൽ ഒന്നിച്ച് നടത്തിയ യുദ്ധങ്ങളിൽ 1018 പേരാണ് മരണപ്പെട്ടതെങ്കിൽ, ആധുനിക കാലഘട്ടത്തിൽ യുദ്ധങ്ങളുടെ പേരിൽ പ്രവാചകനെ തെറി പറയുന്ന ആളുകൾ ആധുനിക കാലഘട്ടത്തിൽ നടന്ന രാഷ്ട്രീയ യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുവാൻ സന്നദ്ധമാകണം എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. 83 ലക്ഷം മനുഷ്യരെ കൊന്നുകളഞ്ഞ 1-ാം ലോക മഹായുദ്ധം, 106 ലക്ഷം മനുഷ്യരെ കൊന്നുകളഞ്ഞ 2-ാം ലോക മഹായുദ്ധം, 66 ലക്ഷം മനുഷ്യരുടെ ജീവഹാനിക്ക് കാരണമായ ഫ്രഞ്ച് വിപ്ലവം, 1 കോടി മനുഷ്യരെ വിപ്ലവത്തിൽ മാത്രമായി കൊല ചെയ്യുകയും വിപ്ലവത്തിന് ശേഷം 2 കോടി മനുഷ്യരെ പട്ടിണി കിട്ടുമല്ലാതെയും എല്ലാം കൊല്ലുകയും ചെയ്ത റഷ്യൻ വിപ്ലവം. ഇങ്ങനെ ചരിത്രത്തിൽ എത്ര വിപ്ലവങ്ങൾ! അതൊന്നും നയിച്ച ആളുകളെ കുറിച്ചുള്ള നയിച്ച ആളുകൾ ഒരു വശത്ത് നിൽക്കുമ്പോ മഹത്തായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചരിത്രഗതിയെ തന്നെ മാറ്റിയെഴുതി എന്ന് മഹത്തായ ചരിത്രകൃതികളുടെ വക്താക്കളെല്ലാം ടോയൻബിയെ പോലെയുള്ള ആളുകളും മൈക്കിൾ എച്ച് ഹാർട്ടിനെ പോലെയുള്ള ആളുകളും എല്ലാം എടുത്തു പറയുകയും ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധത്തിന്റെ പേരിൽ മുന്നിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പ്രവാചക നിന്നക്കുള്ള അടിസ്ഥാനപരമായ കാരണമെന്ന് മനസ്സിലാകുന്നതാണ് ഈ വസ്തുതകൾ. എന്നാൽ എന്താണ് പിന്നെ കാരണം? യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാം അത് ജനങ്ങളുടെ മനസ്സുകളിൽ എത്തിക്കൂടാ. ജനമനസ്സുകൾക്കകത്ത് ഇസ്ലാം സ്വാധീനിച്ചാൽ തങ്ങളുടെ താല്പര്യങ്ങൾ നടക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ, ഇസ്ലാമിക പ്രബോധനത്തിന് തടയിടുവാൻ വേണ്ടി തയ്യാറാക്കുന്ന നിന്ദാ നാടകങ്ങളാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അത് മനുഷ്യരുടെ വിമോചനത്തിന്റെ ആദർശമാണ്. മനുഷ്യ ജീവിതത്തെ സംസ്കരിക്കുകയും അങ്ങനെ എല്ലാവിധത്തിലുമുള്ള ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ആദർശം, ഇസ്ലാമിക ആദർശം ആദ്യമായി സട്ടാവും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ ദൃഢീകരിക്കുന്നു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പല കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഒന്നാമതായി പറഞ്ഞത് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ നാഥനും നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളുടെ മുൻഗാമികളുടെ സൃഷ്ടാവുമായ നിങ്ങളുടെ നാഥനെയാകുന്നു. എങ്കിലേ നിങ്ങളുടെ ജീവിതത്തെ വിമലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കൂ. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ദൃഢീകരിക്കുക വഴി സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും നടുവിലുള്ള ദൈവത്തിന്റെ ദല്ലാളന്മാരായി ചമഞ്ഞുകൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി രംഗത്ത് വരുന്ന സകല പുരോഹിതന്മാരുടെയും ആൾ ദൈവങ്ങളുടെയും എല്ലാം കടക്ക് കത്തിവെക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പൗരോഹിത്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളും ഇസ്ലാമിനെതിരെ നിൽക്കുന്നു. അത് സ്വാഭാവികം. അതോടൊപ്പം തന്നെ ജീവിതത്തെ മൊത്തത്തിൽ പടച്ച തമ്പുരാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക ആദർശം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമർപ്പണം എന്നാണ് അർത്ഥം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പടച്ച തമ്പുരാന്റെ അടുക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം കുറച്ച് ആരാധനാ കർമ്മങ്ങളല്ല, മറിച്ച് ജീവിതത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ്. ആ സമർപ്പണം എങ്ങനെയാണ് സമർപ്പണമാകേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന 2 രേഖകൾ, 2 സ്രോതസ്സുകൾ ഇസ്ലാമിനുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിന്റെ ഓരോ രംഗത്തെയും പരിവർത്തിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി, മനുഷ്യരെ ആകർഷിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഇസ്ലാം വിലങ്ങുതടിയായി നിൽക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ത് തിന്നണമെന്ന്, എങ്ങനെ തിന്നണമെന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും ലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ മയക്കി കിടത്തിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, മനുഷ്യ മനസ്സുകളെ മയക്കി കിടത്തിക്കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ പരിശ്രമിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് ഇസ്ലാം ഇഷ്ടമില്ലാത്തതായി തീരുന്നു. അത് സ്വാഭാവികം. അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ തൊലിയെ, പെണ്ണിന്റെ സൗന്ദര്യത്തെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുടെ മുന്നിൽ ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. ഇങ്ങനെയാണ് ഓരോ രംഗത്തും. സാമ്പത്തിക രംഗത്ത്
പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഖുർആൻ 5-ാമത്തെ അധ്യായം 90-91 വചനങ്ങളിലൂടെ